വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. Revelation chapter 1 verse 18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I am he that liveth and was dead, and behold, I am alive forevermore. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം. And I have the keys of hell and of death. നിങ്ങൾ എല്ലാവരും ആ വചനം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I hope that you all have seen that verse. 66 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. There are 66 books in the Bible. അതിനകത്ത് 66-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. And the book of Revelation is the 66th book. യേശുവിന് 12 ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നതിൽ അതിലൊരു ശിഷ്യനായ യോഹന്നാനാണ് ഈ പുസ്തകം എഴുതിയത്. Jesus had 12 disciples, and one among them, John, wrote this book. അദ്ദേഹമാണ് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ ആള്. And he is the one who wrote many books in the Bible. അദ്ദേഹത്തിന്റെ സുവിശേഷം, അദ്ദേഹം എഴുതിയ സുവിശേഷം, അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ, വെളിപ്പാട്, അങ്ങനെ 5 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. And he wrote one gospel and 4 books of First John and Revelation, totally 5 books. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത 3 പദങ്ങൾ കൊണ്ട് അത് സുപരിചിതമാണ്. And 3 words are familiar through his books. ഒന്നാമത്തേത് ലൈഫ്, ജീവൻ. The first one is life. 2 വെളിച്ചം. The second one, light. 3 സ്നേഹം. Third one, love. ഇതാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനകത്ത് കാണുന്ന സുപരിചിതമായ വാക്കുകൾ. And this is the more common words that we can see throughout his books. AD 90-നടുത്ത് ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, in AD 90 an emperor called Domitian was ruling. ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുവാൻ തുടങ്ങി. And he was persecuting the Christians. മനുഷ്യരെ നിർത്തി അവരെ മെഴുകുശീല കൊണ്ട് ചുറ്റിയിട്ട് തീ കത്തിക്കാൻ തുടങ്ങി. And he burnt alive the people. വെള്ളം വയറ്റിലേക്ക് കൊടുത്ത് വയറ് വീർപ്പിച്ചിട്ട് കുതിരകളെ കൊണ്ട് ചവിട്ടിപ്പിച്ചു. And he make the people to drink water so that their stomach will be full, and will make the horse to stamp upon them. ഗർഭിണികളുടെ വയറ് പിളർന്ന കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. And he used many cruel things. He persecuted those who are pregnant. 2 വൃക്ഷങ്ങളെ തമ്മിൽ വളച്ചു നിർത്തിയിട്ട് അതിന്റെ അഗ്രത്തിൽ ക്രിസ്ത്യാനികളെ കെട്ടി നിർത്തി. എന്നിട്ട് ആ മരം പിടിവിടുമ്പോൾ ശരീരഭാഗങ്ങൾ പറഞ്ഞു പോകും. He used to bring 2 trees together and tie the people in between them, and he will loose it so that when the trees goes back, the people will also torn into pieces. അവിടെ കൊണ്ടെല്ലാം ഇത് തീരുമെന്നാണ് അന്ന് അവർ ചിന്തിച്ചത്. They thought that they can put an end to this move. എന്നാൽ 2025 ഒരു കൊടുങ്കാറ്റ് പോലെ ഈ ശക്തി ലോക But രാജ്യങ്ങളിൽ, even in 2025, this goes like a hurricane throughout the world. ആദ്യമായിട്ടാണ് ഇതിനകത്ത് നിങ്ങൾ വന്നതെങ്കിൽ, ഇതിനകത്ത് വരുന്നവരാണെങ്കിൽ ഞാൻ പറയാം, ഇത് പരാജയപ്പെട്ടവരുടെ കൂട്ടമല്ല, ജയിച്ചു മുന്നേറുന്ന. If you are first time here, I want to tell you that this is not the victims, they are the one who are winners. ഇതിനു മാത്രമേ മാർഗം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. The Bible calls this as the way. ആമേൻ. ഇതിനെ മാർഗം, മതമെന്നല്ല മാർഗമെന്നാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. This is a way, not a religion. അങ്ങനെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ 90-ൽ യോഹന്നാൻ എന്ന യേശുവിന്റെ ശിഷ്യനെ ഡൊമീഷ്യൻ പിടിച്ചു. And in that time of persecution in AD 90, Domitian arrested John. ഏതെങ്കിലും ഒരു ശിക്ഷ തനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. And it was sure that he will be punished. ഒരിക്കൽ കൂടെ ഡൊമീഷ്യൻ ചോദിച്ചു, യേശുവിനെ തള്ളി പറയാൻ നിനക്ക് മനസ്സുണ്ടോ? Domitian asked him, are you ready to deny Jesus? പക്ഷേ യോഹന്നാൻ ഉറച്ചു നിന്നു, ഞാൻ യേശുവിനെ തള്ളി പറയില്ലെന്ന്. But John stood, and he said, I won't deny him. അന്നത്തെ ഏറ്റവും കോമണായ ശിക്ഷാ നടപടിയാണ് തിളച്ച എണ്ണയിലേക്ക് ആളുകളെ ഇടുക. And it was a common punishment in those times that they will put the people into a hot oil. പപ്പടം പൊള്ളി വരുന്നത് പോലെ, മീൻ വറുത്ത് കോരിയെടുക്കുന്നത് പോലെ പൊള്ളിച്ച് പുറത്തോട്ട് വരുവാൻ യോഹന്നാനെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടു. And they put John into the hot oil so that he can be fried like a chicken or fish. പക്ഷേ എല്ലാവർക്കും കണ്ടവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ യോഹന്നാനകത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ചാടുന്നത് പോലെ എണ്ണയ്ക്കകത്ത് കിടന്നു. And to their amazement, he was just he was swimming like a child in that hot oil. ഇത് വിശ്വസിക്കാൻ പറ്റാത്തവർ
ചിലർ ആ എണ്ണ കൈയിട്ട് നോക്കിയപ്പോൾ അവരുടെ കൈ കരിഞ്ഞു പോയി. People who was not able to believe it, they tested the hot oil, but they got hot. ഡൊമീഷ്യന് ദേഷ്യം വന്ന ഈ യോഹന്നാനെ കൊണ്ടുവന്ന ഒരു ദ്വീപിലേക്ക് നാട് കടത്തി. And Domitian was so angry, and he put John into an island called Patmos. അവിടെ കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലമാണ്. And that was the place where the culprits will taken into ഭക്ഷണമോ captivity. വസ്ത്രമോ വെള്ളമോ ഇല്ലാത്തൊരു ദ്വീപാണ്. That is an island where there is no water, no food, and nothing. 2-3 മാസമോ കൂടുമ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി മൈനുകളിൽ ആളുകളെ കൊണ്ടുവരാൻ വരുന്ന കപ്പൽ ദൂരെ പോകുമ്പോൾ അതിനകത്തുനിന്ന് വേസ്റ്റ് കഴിച്ചാണ് അവിടെ ഉള്ളവർക്ക് ഭക്ഷിച്ചിരുന്നത്. And those people who are in the island, they survived with the waste that was coming out of the ship that was going. ഒന്നുകിൽ പട്ടിണി കൊണ്ട് മരിക്കും, Either they will die with starvation, ഇല്ലെങ്കിൽ വിഷപ്പാമ്പുകളോ തേളുകളോ കടിച്ചു കൊല്ലും, or else some other poisonous snake or some animals will attack them and kill them. ചാകുന്നവരുടെ മാംസം ഭക്ഷിക്കുവാൻ കഴുകന്മാർ തലയ്ക്ക് മുകളിൽ കറങ്ങി നടക്കുകയാണ്. And the vultures were always there to eat the corpses of the people who died. ചുറ്റും പ്രതികൂലങ്ങളാൽ ഐലൻഡ് അടഞ്ഞു കിടക്കുമ്പോൾ, And the island was all shut because of these all unfamiliar things. ഒരു സഹായവുമില്ല, ആരും രക്ഷിക്കത്തില്ലെന്ന് കരുതിയിരിക്കുമ്പോൾ, There was a time they were thinking that no one will help them, nobody to help them. കർത്തൃ ദിവസത്തിൽ സ്വർഗം അവന്റെ തലയ്ക്ക് മീതെ തുറന്നു. But on the day of the Lord, the heaven opened right upon him. ആത്മാവിൽ വിവശനായി യോഹന്നാൻ മാറി. And he entered into the spirit and he transformed. മിണ്ടാനോ പറയാനോ കാര്യങ്ങൾ ചെയ്യാനോ ആരുമില്ലെങ്കിലും അവനോട് സംസാരിക്കാൻ സ്വർഗം 24 മണിക്കൂറും ആക്റ്റീവായി Though he didn't have anybody to speak, but the heaven was there to speak with him. എന്നിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യമല്ല, ഭാവിയിൽ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ നിന്നോട് പറയാൻ. And the Lord said, I'm not going to tell you how I'm going to take you from here, but I'm going to tell you what is going to happen to the world. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകമാണ് തുടങ്ങുന്നത്. In the Bible begins with a book called Genesis. എല്ലാത്തിന്റെയും തുടക്കം അവിടെ കാണാൻ പറ്റും. And you can see every beginning in that book. മനുഷ്യന്റെ ഉൽപ്പത്തി, And you can see the beginning of man, പാപത്തിന്റെ ഉൽപ്പത്തി, beginning of sin, കുടുംബത്തിന്റെ ഉൽപ്പത്തി, beginning of family, മരണത്തിന്റെ ഉൽപ്പത്തി, beginning of death. സകലത്തിന്റെയും ഉൽപ്പത്തി അവിടെ കാണുമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ സകലത്തിന്റെയും പൂർത്തീകരണം നമുക്ക് You കാണുവാനായി can see the beginnings in the Genesis. You can see the end of everything in the book of Revelation. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളുണ്ട്. There is 22 chapters in the book of Revelation. 1-ാം അധ്യായം എഴുതി തുടങ്ങുന്ന യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെട്ട യേശുവിനെ കുറിച്ചുള്ള ദർശനമാണ്. The first chapter starts with the vision about the Jesus who appeared before John. മരിക്കാറായി മരിക്കുമെന്ന് വിചാരിച്ചു കിടക്കുന്ന യോഹന്നാൻ, John was about to die, and it was he was in such a condition. വളരെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ, He was so much feared. 65 വർഷങ്ങൾക്ക് പുറകിൽ താൻ ജീവനോടെ കണ്ട യേശു തേജസ്സുള്ളവനായി അവിടെ ഇറങ്ങി നിൽക്കുന്നു. The same Jesus who he saw him, lived with him years before, appeared right before him there in glory. യോഹന്നാനെ, നീ മരിക്കുമെന്നല്ലേ ഭയപ്പെടുന്നത്? Hey John, you are fearing because you are going to die. കൊച്ചിയിലിരിക്കുന്ന നിങ്ങളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾക്കാർക്കും ഭയമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഭയമുള്ള യോഹന്നാനോട് പറഞ്ഞു, നീ മരിക്കത്തില്ല, കാരണം താക്കോൽ എന്റെ കയ്യിലാണ്. Saying, John, God said you will not die because I have the key with me. മെഡിക്കൽ റിപ്പോർട്ടുകൾ കണ്ട് ഭയപ്പെട്ട ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാമ്മ പറയുന്നു, നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ. Anybody here who was scared, seeing their medical report, I tell you, you will not die, you will live and you'll glorify the name of the Lord. താക്കോൽ അവന്റെ കയ്യിലാണ്. God has the keys. നിങ്ങൾക്കത് സന്തോഷം പകരുന്നുണ്ടെങ്കിൽ, പ്രത്യാശ പകരുന്നുണ്ടെങ്കിൽ 3 പേരോട് പറഞ്ഞിട്ട് താക്കോൽ അവന്റെ കയ്യിലാണ്. If it gives you hope and joy, then turn to the neighbors, 3 of them, and tell them that God has the keys.